Hi guys, welcome back to my channel. This is me, Shilpa Nair. After a very long break. അപ്പോൾ എന്തിനാണ് ഇത്ര വലിയ ഗ്യാപ്പ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ there were lots of things happening in my life. I have changed my career and many more things that you will come to know later. അപ്പം ഇതെല്ലാം പറഞ്ഞാൽ നിങ്ങൾ ബോർ അടുപ്പിക്കുന്നില്ല. ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് ഡയറക്ട്ലി ഇൻ ടു ദ വീഡിയോ. ഓക്കെ, സോ ആസ് ഐ സെഡ് ഐ ഹാവ് ചേഞ്ച് മൈ കരിയർ. നൗ ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ ഇൻ എ സ്കൂൾ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സ്കൂളിൽ ആനുവൽ ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആനുവൽ ഫംഗ്ഷൻ ഇന്ന് ഞങ്ങളുടെ സ്കൂളിൻ്റെ ആനുവൽ ഫംഗ്ഷൻ ആണ്. അപ്പം ആസ് എ ടീച്ചർ ദേ ഹാവ് ആസ്ക്ഡ് us ടു വെയർ സാരി. അപ്പം ടാസ്ക് ആണ്, ബിക്കോസ് ഞാൻ സാരി ഇടാറില്ല. ഐ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് എ സാരി വിച്ച് വിൽ സൂട്ട് മീ. മമ്മിയുടെ കയ്യിൽ സാരി, അമ്മയുടെ കയ്യിൽ സാരി ഉണ്ട്. ബട്ട് ദെൻ അതിൻ്റെ ബ്ലൗസിൽ ഞാൻ ഫിറ്റ് ആവില്ല ഫോർ ഓബ്വിയസ് റീസൺസ്. സോ വാട്ട് ഐ തോട്ട് ഇസ് ഐ ജസ്റ്റ് സ്റ്റൈൽ അപ്പ് സംതിങ്. ഉള്ളിൽ ഇപ്പോഴും ഫാഷൻ ഡിസൈനർ ഉണ്ടല്ലോ, ടീച്ചറിങ്ങിലോട്ട് മാറിയെങ്കിലും ഉള്ളിൽ എന്തായാലും ആ ഒരു ഫാഷൻ ഡിസൈനറിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടാവാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ വാട്ട് ഐ തോട്ട് ഇസ് ഐ വിൽ സ്റ്റൈൽ അപ്പ് വൺ ക്രോപ്പ് ടോപ്പ് ആൻഡ് വൺ ഓഫ് മൈ മോം സാരീസ് ദാറ്റ് ഇസ് ലൈക്ക് ഓൾമോസ്റ്റ് മോർ ദാൻ 10 years old, ബട്ട് ദ സാരി ഈസ് അമേസിങ്. അപ്പോൾ ഞാൻ ആ സാരി എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ദിസ് വീഡിയോ ഈസ് അബൌട്ട് എ സ്റ്റൈലിംഗ് ടിപ്പ്. യെസ്, സോ വാട്ട് ഐ ഫീൽ ഇസ്, നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലാക്ക് കളറിൻ്റെ ക്രോപ്പ് ടോപ്പ് ഉണ്ടെങ്കിൽ, ഓർ എൽസ് ഒരു വൈറ്റ് കളറിൻ്റെ ക്രോപ്പ് ടോപ്പ് ഉണ്ടെങ്കിൽ, യു ക്യാൻ വെയർ എനി സാരി ഇൻ ദിസ് വേൾഡ്. ബ്ലാക്ക് ക്രോപ്പ് ടോപ്പ് ഓർ എ ടോപ്പ് ഫോർ ദാറ്റ് മാറ്റർ, ഓർ എ ക്രോപ്പ് ടോപ്പ് can be used as a blouse and it is going to look amazing. അത് ഭയങ്കര ഓഡ് ലുക്ക് ഒന്നും തരാൻ പോകുന്നില്ല. വേറെ നിങ്ങളൊരു നോർമൽ ബ്ലാക്ക് കളറിൻ്റെ ബ്ലൗസ് ഇടുകയാണെങ്കിൽ ഇറ്റ് മൈറ്റ് ലുക്ക് ഓഡ്, ബട്ട് when you wear a crop top or a normal general top with a sari, it will look good, and it has to be in black color or it has to be in white color. Yeah, so that's what I am going to do right now. See, this is what I am going to wear today. ഇത് വൺ ഷോൾഡർ ഇങ്ങനെയാണ്, വൺ ഷോൾഡർ ഡ്രോപ്പ് ആയിട്ട് കിടക്കും, ദി അതർ ഷോൾഡർ വിൽ ബി നോർമൽ. ഈ ടോപ്പ് ഞാൻ മേടിച്ചത് മിനിട്രിന്നാണ്, ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ ഇടാം. അപ്പം ഇത് മാത്രമല്ല, ഇതിപ്പം ഫുൾ സ്ലീവ് ഉള്ള ടോപ്പാണ്. ആസ് യു കെൻ സി ഇതിൻ്റെ സ്ലീവ്സ് ഫുള്ളാണ്. ഇതല്ലാതെ ഇഫ് യു വെയർ എ നോർമൽ സ്ലീവ്ലെസ് ടോപ്പ് ഓർ എ ടാങ്ക് ടോപ്പ് ഓർ എൻ ഓൾട്ടർനേറ്റ് ടോപ്പ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ലുക്ക് അമേസിങ്, ട്രസ്റ്റ് മീ. ആൻഡ് അതല്ലാതെ ഇഫ് യു വെയർ സംതിങ് ലൈക്ക് ദിസ് along with your sari, idoru statement belt aanu. If you wear these kind of things along with a sari, you are not going to look less than a fashionista. Yes, so let's just start wearing it. ഞാൻ ഇത് ഇട്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോയതാണ്. പിന്നെയാണ് ഓർത്തത് ഞാൻ മേക്കപ്പ് ചെയ്യാൻ ബാക്കിയാണ്. മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഐ വിൽ സ്റ്റാർട്ട് സ്വെറ്റിംഗ്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാവത്തില്ല. So let's just start with the makeup. I am going to apply this thing first. Okay, this കാണാൻ ചാൻസ് കുറവാണ്. This is Swiss Beautyയുടെ റിയൽ മേക്കപ്പ് ബേസ് ഹൈലൈറ്റിംഗ് പ്രൈമർ ആണിത്. See, you can use a brush or else you can do it directly. എൻ്റെ സ്കിന്നിൽ if you see, you can see ഒരുപാട് പിഗ്മെൻറ്റേഷൻസ് ഉണ്ട്. അപ്പം ജനറലി ഐ like doing it on my own, as in with my hands. ഞാൻ ബ്രഷ് അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല, ബിക്കോസ് യു ക്യാൻ യൂസ് എ ബ്രഷ് ആസ് വെൽ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ യു ക്യാൻ യൂസ് ദിസ് വൺ ആസ് വെൽ. ബട്ട് as you can see, എൻ്റെ സ്കിന്നിൽ ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്. സോ ഐ ജനറലി അവോയ്ഡ് യൂസിങ് എ ബ്രഷ് ഓർ എ സ്പഞ്ച്, ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഞാൻ ഹാൻഡ് വെച്ച് ചെയ്യുമ്പോഴാണ് പിന്നെയും കൂടുതൽ ബ്ലെൻഡായി വരുന്നത് ഓവർ ദീസ് ഏരിയാസ്. സി, ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ആ പ്രൈമർ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് തന്നെ ഒരു ഹൈലൈറ്റിംഗ് ഫീൽ വരുന്നുണ്ട്. ഇതും ഞാൻ അധികം അങ്ങനെ ഫുൾ കവറേജ് കൊടുക്കാറില്ല. എനിക്ക് ഭയങ്കര ലൈറ്റ് കവറേജ്, എനിക്ക് കുറച്ച് ഒരു ഇംപെർഫെക്ഷൻസ് കാണുന്നതാണ് ഇഷ്ടം. അപ്പം ഭയങ്കരമായിട്ട് എന്നെ പാക്ക് ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് അങ്ങനെ താല്പര്യമില്ല. ഇഷ്ടമില്ലായ്മയൊന്നുമില്ല, ആരെങ്കിലും ചെയ്ത് തന്നാൽ ഓക്കെ, ബട്ട് ഞാനായിട്ട് അതിന് കഷ്ടപ്പെടാറില്ല. മൈ മിറർ ഈസ് ഓവർ ദേർ. ഡാർക്ക് സ്പോട്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ
ഓറഞ്ച് കളർ യൂസ് ചെയ്യുമ്പോൾ, കൺസീലർ യൂസ് ചെയ്യുമ്പോൾ അത് കുറച്ച് ഡല്ലാവും. സി, എനിക്കിവിടെ ഒരു ബർത്ത് മാർക്ക് ഉണ്ട്, അതും ഞാൻ കുറച്ച് ലൈറ്റായിട്ട് കവർ ചെയ്യാം. എനിക്കത് കാണുന്നതിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല, ബട്ട് ഓക്കെ. നൗ idum again you can use this one, you can even use a brush, but എനിക്കങ്ങനെ ഒരു സമാധാനം കിട്ടത്തില്ല. എനിക്ക് കയ്യിൽ വെച്ച് ദിസ് ഈസ് ഓക്കെ, ഇത് ചെയ്യുമ്പം യു ക്യാൻ യൂസ് ദിസ് വൺ. ബട്ട് ഫൗണ്ടേഷൻ, പ്രൈമർ ഇതൊക്കെ ചെയ്യുമ്പം എനിക്ക് ജനറലി കൈ കൊണ്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. ഗ്രൈൻഡറിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. എൻ്റെ അമ്മ ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയും നാളും യൂസ് ചെയ്ത ഫൗണ്ടേഷനിൽ വാട്ട് ഐ ഫൗണ്ട് ഇസ്, ഫോർ മീ ദിസ് തിങ് വാസ് ദ ബെസ്റ്റ്. മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ. ഇതിൻ്റെ അല്ലാതെ വൺ മോർ ഫൗണ്ടേഷൻ വാസ് ദെയർ, ഇൻസൈറ്റിൻ്റെ. ദിസ് ഇസ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി. പക്ഷേ സി, ഫിറ്റ്മിയുടെ ഇൻസൈറ്റിൻ്റെ അൾട്രാ തിൻ സെക്കൻഡ് സ്കിൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ആദ്യം, എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് കവറേജ് ഇഷ്ടമല്ല. അപ്പം ഇങ്ങനെ ഞാൻ ജനറലി ഇപ്പം എവിടെയെങ്കിലും അടുത്തൊക്കെ പോയി അല്ലെങ്കിൽ ഡെയിലി യൂസിനുള്ള ഫൗണ്ടേഷൻസ് ആണെങ്കിൽ എനിക്ക് ഈ ഫൗണ്ടേഷൻ ഒരുപാട് ഇഷ്ടമാണ്. ഇൻസൈറ്റിൻ്റെ അൾട്രാ തിൻ സെക്കൻഡ് സ്കിൻ. ഇത് ഭയങ്കരമായിട്ട് കവറേജ് തരത്തില്ല. ചെറിയ ഇപ്പോൾ ഇവിടെയൊക്കെ എനിക്ക് ചെറിയ ഡോട്ട്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ലൈറ്റ് ആക്കും. ഫുള്ളി കവർ ചെയ്യത്തില്ല, അതൊന്ന് ലൈറ്റ് ആക്കത്തുള്ളൂ, വിച്ച് ഈസ് പെർഫെക്റ്റ് ഫോർ മീ ബിക്കോസ് ഐ ഡോണ്ട് ലൈക്ക് ഫുൾ കവറേജ്. Either we can go for ഒരു brownish eye shadow അങ്ങനെ എന്തെങ്കിലും, or else oh shit, eye shadow ആയിരുന്നു ആദ്യം ഇടേണ്ടത്. എനിവേസ് കണ്ടോ, വീഡിയോ എടുത്ത് പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പലതും ചെയ്യും. അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത് ഗൈസ്. എഡ്ജ് ഓഫ് ഡിസയർ ഫ്രം മാർസ്. ഇതും ലിപ്പ് ലൈനറാണ്. ലിപ്സ് ചെറുതായിട്ടുള്ള ആൾക്കാർ ലിപ്പ് ലൈനർ വെച്ചൊന്ന് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ദെൻ ആഫ്റ്റർ ഇഫ് യു അപ്ലൈ ലിപ്സ്റ്റിക്, എനിക്ക് തോന്നുന്നു ദാറ്റ് വർക്ക്സ് ബെറ്റർ. ബിക്കോസ് എൻ്റെ ലിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞതാണ്. അപ്പോൾ ഞാൻ ആ ഒരു ലിപ്പ് അതിൻ്റെ ബോർഡേഴ്സ് എല്ലാം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ലുക്സ് ബിഗ്. That is the reason I have applied this. Now ഈ കളറാണ് ഞാൻ ഇടാൻ പോകുന്നത്. ദിസ് ഇസ് ക്ലാമി കോസ്മെറ്റിക്സ്. ഇതങ്ങനെ ഭയങ്കര വലിയ ബ്രാൻഡൊന്നുമല്ല, ബട്ട് ഇറ്റ് സ്റ്റേസ്. ഇത് നല്ലപോലെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് ഫ്രം എ ലോക്കൽ ഷോപ്പ്. കളർ ഈസ് ഓൾസോ see, ഇതിൽ കാണുമ്പോൾ കളർ വേറെ എടുത്തു എന്നാണ് തോന്നുന്നത്. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ബ്രൗണിഷ്. അപ്പം എൻ്റെ ഒരു ഷെയ്ഡ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക്
ഐ ക്യാൻ ഗോ ഫോർ ദിസ് വൺ. ഇതാകുമ്പോൾ കുറച്ചൊരു ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് വരാം. ഓക്കെ, ലെറ്റ്സ് ജസ്റ്റ് കം ഫോർവേഡ്. ഓക്കെ, സോ ഇപ്പം ഇതിൻ്റെ മേളിൽ തേച്ചാൽ തന്നെ ഞാൻ ഇവിടെ തേക്കാൻ പോവാണ് ബ്ലഷായിട്ട്. നല്ലപോലെ വിങ്ങായിട്ടുള്ള ഇത് പോവാം. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വിങ്സ് ഉള്ള ഒരു വട്ടം ചെയ്തപ്പോഴത്തേക്ക് ശരിയോ. ഒരു വട്ടത്തെ ആദ്യത്തെ ട്രയൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ശരിയായത്. ഞാൻ ഇവിടുന്ന് കുറച്ചിങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്ത് വിടാം. ഇറ്റ് ഈസ് ലുക്കിംഗ് സൂപ്പർ ഗുഡ്. ആദ്യമായിട്ടാണ് ഐലൈനർ ചെയ്യുമ്പം ഫസ്റ്റ് ഗോൾ തന്നെ ശരിയാവുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്ത് വിടുവാണ്. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്, മേബലിൻ്റെ ഹൈപ്പർ കേൾ. ഭയങ്കരമായിട്ട് ഹൈപ്പറായിട്ട് കേൾ ആവാറൊന്നുമില്ല, അത് വേറെ കാര്യം. ബട്ട് ഇറ്റ് സ്റ്റേസ് ഫോർ ലോങ് ടൈം. ഹെയർ ഞാൻ ഓൾറെഡി